ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസസ് കോസ്റ്റിംഗിലെ മറ്റൊരു ഏരിയ ആണ്. പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് ലോസ് ഇൻ വെയ്റ്റ് ആൻഡ് സ്റ്റോക്ക് റിലേറ്റഡ് ടു പ്രീവിയസ് പ്രോസസ് ആർ നോൺ. അതായത് എന്താണ് പ്രോസസ് കോസ്റ്റിങ്ങിൽ ലോസ് ഇൻ വെയ്റ്റും അതേപോലെ സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് പ്രോസസ്സിൽ സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാം. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ നോക്കാം. സംടൈംസ് ദ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റേജ്, ദാറ്റ് മീൻസ് ലോസ് ഇൻ വെയ്റ്റ് ഇൻ every process and the quantity of opening stock and closing stock related to the preceding process are given in the question. ചില ടൈമിൽ ക്വസ്റ്റ്യനിൽ എത്രയാണ് വേസ്റ്റേജ് ക്വാണ്ടിറ്റി എത്രയാണെന്നും അതേപോലെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റിയും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. കഴിഞ്ഞ കേസിൽ നമുക്കിതൊന്നും തന്നിട്ടില്ലായിരുന്നു, അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചതായിരുന്നു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, in such cases the production of each process may be calculated by the following formula. ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രൊഡക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രൊഡക്ഷൻ യൂണിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, പ്രൊഡക്ഷൻ യൂണിറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഔട്ട്പുട്ട് റിസീവ്ഡ് ഫ്രം ദ പ്രിസീഡിങ് പ്രോസസ്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ആ കൺസേൺഡ് പ്രോസസ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ഔട്ട്പുട്ട് റിസീവ്ഡ് ഫ്രം ദ പ്രിസീഡിങ് പ്രോസസ്സ്, ഇതിൻ്റെ മുന്നേ ഉള്ള പ്രോസസ്സിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആഡ് ചെയ്യുക. ദെൻ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? യൂണിറ്റ് ഓഫ് വേസ്റ്റേജ്, തന്നിരിക്കുന്ന വേസ്റ്റേജും പ്ലസ് കൺസേൺഡ് പ്രോസസ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ദ stock of the concerned process will be valued on the basis of the per unit cost of the production. ഇത് നമ്മൾ കഴിഞ്ഞ രീതിയിൽ ചെയ്തതാണ്. എവിടെ നിന്നാണോ നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ പ്രോസസ് അക്കൗണ്ടിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റിൽ വേണം ക്ലോസിംഗ് സ്റ്റോക്ക് ആയാലും ഓപ്പണിംഗ് സ്റ്റോക്ക് ആയാലും അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ? വാല്യൂ കണ്ടുപിടിക്കാൻ. ഓക്കെ, അതും ഓർമ്മയിലുണ്ടായിരിക്കണം. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. The information given below the extracted from the cost account of a factory producing a commodity in a manufacture of which 3 process. ഇവിടെ ഉള്ളത് 3 പ്രോസസ് ആണ്. മാനുഫാക്ചർ ചെയ്യുന്നത് 3 പ്രോസസ്സിലൂടെയാണ്. Involve the prepare the process cost account showing the cost of the output and per unit cost of each stage of manufacturing. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും അതേപോലെ ഓരോ പ്രോസസ്സിലെയും കോസ്റ്റ് പെർ യൂണിറ്റും കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ഇതിൽ 2 ഹിൻഡ് തന്നിട്ടുണ്ട്. ദ ഓപ്പറേഷൻസ് ഇൻ ഈച്ച് സെപ്പറേറ്റ് പ്രോസസ് ആർ കംപ്ലീറ്റഡ് ഡെയിലി. അതായത് നമ്മൾ 3 പ്രോസസ്സാണ്, അതുകൊണ്ട് 3 പ്രോസസ്സും നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ രണ്ടാമത്തേത് ദ വാല്യൂ അറ്റ് വിച്ച് യൂണിറ്റ് ആർ ടു ബി ചാർജ്ഡ് ടു പ്രോസസ് ബി ആൻഡ് പ്രോസസ് സി ഈസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രോസസ് എ ആൻഡ് എ പ്ലസ് ബി റെസ്പെക്റ്റീവ്ലി. എങ്ങനെയാണ്? പ്രോസസ്സ് ബിയിലേക്കുള്ള കോസ്റ്റ് ചാർജ് ചെയ്യുന്നത് പ്രോസസ്സ് എയിൽ നിന്നും, പിന്നെ അതേപോലെ പ്രോസസ്സ് സിയിലേക്കുള്ള കോസ്റ്റ് ചാർജ് ചെയ്യുന്നത് പ്രോസസ്സ് ബിയിൽ നിന്നും ആയിരിക്കും. അതായത് എ പ്ലസ് ബിയിൽ നിന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രോസസ്സ് സിയിലേക്കുള്ള കോസ്റ്റ് ചാർജ് ചെയ്യുന്നത്, സ്റ്റോക്കിൻ്റെ വാല്യൂ ചെയ്യാനുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 3 പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജ്, മെഷീൻ എക്സ്പെൻസസ്, ഫാക്ടറി ഓൺ കോസ്റ്റ്, റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ദെൻ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് നമുക്ക് പ്രോസസ് എയുടേത് മാത്രമേ തന്നിട്ടുള്ളൂ. എത്രയാണ്? 24,000 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് പ്രൊഡക്ഷൻ ഗ്രോസ് തന്നിട്ടുണ്ട്. എയിൽ മാത്രം 37,000 തന്നിട്ടുണ്ട്. ബാക്കി ബിയുടേതും സിയുടേതും നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ വെച്ചുകൊണ്ട് കണ്ടുപിടിക്കണം. ദെൻ വേസ്റ്റേജ് നമുക്ക് 3 അക്കൗണ്ടിലും തന്നിട്ടുണ്ട്. 1,000, 1,500, 500. അതായത് ലോസ് ഇൻ വെയിറ്റ് ആണ് തന്നത്. പിന്നെ സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. എയിൽ തന്നിട്ടില്ല, കാരണം എയിൽ നിന്നാണ് ഇതിനെന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ബിയിലും സിയിലുമാണ് 2ൻ്റെ ക്ലോസിങ്ങും ഓപ്പണിങ്ങും തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് പ്രോസസ് എ അക്കൗണ്ടാണ്. അപ്പോൾ പ്രോസസ് എ അക്കൗണ്ടിൽ പ്രോസസ് എയുടെ വാല്യൂസ് നമ്മൾ എഴുതാം. ആദ്യം തന്നെ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ്. ഓക്കെ, റോ മെറ്റീരിയൽ കൺസ്യൂംഡ്.
റോ മെറ്റീരിയൽ കൺസ്യൂംഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് യൂണിറ്റ്സ് എത്രയാണ്, പ്രൊഡക്ഷൻ യൂണിറ്റ്സ് തന്നത് 37,000, അതിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് 24,000 ആണ്. അപ്പോൾ 37,000 ആൻഡ് എമൗണ്ട് എത്രയാണ് 24,000. ദെൻ നെക്സ്റ്റ് ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജ് എത്രയാണ് 6,400. ദെൻ നെക്സ്റ്റ് ഉള്ളത് മെഷീൻ എക്സ്പെൻസസ് ആണ്. മെഷീൻ എക്സ്പെൻസസ് എത്രയാണ് തന്നിട്ടുള്ളത് 3,600. ദെൻ ഫാക്ടറി ഓൺ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഫാക്ടറി ഓൺ കോസ്റ്റ് 2,000. ഓക്കെ, നമുക്കറിയാം എന്താണ്. പിന്നെ ഉള്ളത് എന്താണ്, ക്രെഡിറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റേജ് തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ ഡയറക്റ്റ്ലി വേസ്റ്റേജ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് വേസ്റ്റേജ് എഴുതാം. വേസ്റ്റേജ് മീൻസ് ലോസ് ഇൻ വെയിറ്റ് ആണ്. അപ്പോൾ വേസ്റ്റേജ് തന്നതുകൊണ്ട് വേസ്റ്റേജ് എത്രയാണ് നമുക്ക് എയിലുള്ളത് 1,000 യൂണിറ്റ് ആണുള്ളത്. എമൗണ്ട് കോളത്തിലൊന്നും ഉണ്ടാവില്ല, കാരണം ഇതിന് റിയലൈസബിൾ വാല്യൂ ഇല്ല. അപ്പോൾ സ്ക്രാപ്പൊക്കെ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് റിയലൈസബിൾ വാല്യൂവിൽ എമൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ സ്ക്രാപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണ്ട. ഓക്കെ, അവിടെ 1,000 യൂണിറ്റ്സ് വേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് പ്രോസസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഇതിനെ ടാലി ചെയ്യുന്നു. അപ്പോൾ 37,000, ദെൻ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 36,000 വരും. ദെൻ ഇവിടെ 37,000, ദെൻ 36,000. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ് അക്കൗണ്ടിലേക്ക്, നെക്സ്റ്റ് പ്രോസസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ് ബി അക്കൗണ്ട് ഇവിടേക്കല്ലേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, ട്രാൻസ്ഫേർഡ്. ഓക്കെ, എത്ര വരും ഇതിൻ്റെ ബാലൻസ് 37,000 മൈനസ് 1,000 എത്രയാണ് 36,000. അപ്പോൾ എമൗണ്ട് ഇതേപോലെ 36,000. ഇതാണ് നമ്മൾ നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ഈ ഒരു ഇതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റും കണ്ടുപിടിക്കണം. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 36,000 ഡിവൈഡഡ് ബൈ 36,000 ഈക്വൽ ടു 1. ഓക്കെ, കോസ്റ്റ് പെർ യൂണിറ്റ് 1 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എയിൽ നിന്നും ഓപ്പണിംഗ് സ്റ്റോക്ക്, ബിയിൽ എത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് 4,000 യൂണിറ്റ്സ് ബിയിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്. അപ്പം സ്റ്റോക്ക് അതായത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രക്കാണ് നമ്മൾ ഇതിനെ വാല്യൂ ചെയ്യുക, അറ്റ് ₹1 അല്ലേ, അറ്റ് ₹1. എന്തുകൊണ്ടാണ്, നമ്മൾ എയിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബിയിലേക്ക് 4,000 യൂണിറ്റ്സ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞ ആ ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കോസ്റ്റ് ആയിട്ടുള്ള ഈ 1 വേണം നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് മൊത്തം എത്രയാണ് 4,000 യൂണിറ്റ്സ് ആണ് ബിയിലുള്ളത്. അപ്പോൾ 4,000 യൂണിറ്റ്സ്. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്തായിരിക്കും 4,000 × 1 ഈക്വൽ ടു 4,000. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് പ്രോസസ് എന്ന് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എത്രയാണ് 36,000 ആൻഡ് 36,000. ഓക്കെ, അത് നമ്മൾ ഇവിടെ എത്തുമ്പോൾ എന്താണ്, പ്രോസസ് എ അക്കൗണ്ട് അല്ലേ, പ്രോസസ് എ അക്കൗണ്ടിനായി മാറും. അത് ട്രാൻസ്ഫേർഡ് ആണ് അല്ലേ, ട്രാൻസ്ഫർ ആണ്, ട്രാൻസ്ഫർ. ഓക്കെ, എത്രയാണ് ഉള്ളത് 36,000 യൂണിറ്റും പിന്നെ എമൗണ്ടും എന്താണ് സെയിം ആണ് 36,000. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള എന്താണ് ഡീറ്റെയിൽസ് എഴുതാം. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്റ്റ് വേജ് 12,000, മെഷീൻ എക്സ്പെൻസസ് 3,000, ആൻഡ് റോ മെറ്റീരിയൽ ഫാക്ടറി ഓൺ കോസ്റ്റ് 2,250 അല്ലേ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം എന്തൊക്കെയാണുള്ളത്.
നമുക്ക് ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി. ഡയറക്റ്റ് വേജ് എത്രയാണ്? 12,000. ഫാക്ടറി ഓൺ കോസ്റ്റ് 2,250. മെഷീൻ എക്സ്പെൻസസ് 3,000. നെക്സ്റ്റ് ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? വേസ്റ്റേജ് തന്നിട്ടുണ്ട്. വേസ്റ്റേജ് ഓക്കെ, വേസ്റ്റേജ് നമുക്ക് തന്നത് എത്രയാണ്? വേസ്റ്റേജ് നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ വേസ്റ്റേജ് ഇസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 1,500 ആണ് വേസ്റ്റേജ് ഉള്ളത് അല്ലേ? 1,500 ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എമൗണ്ട് നീലാക്കി എഴുതാം. അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഇവിടെ ചെയ്യണം. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് റുപ്പീസ് എത്രയാണ്? 1 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എത്രയാണ്? 1000 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. 1, അതായത് പ്രോസസ്സ് ഏതാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് അവിടുത്തെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 കൊണ്ട് എന്ത് ചെയ്യണം? അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 1000 × 1 = 1000. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇനി നമുക്കുള്ളത് എന്താണ്? നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പം എയുടെ കേസിലായിരുന്നപ്പോൾ നമുക്ക് കറക്റ്റ് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ള ആ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പം എന്താണ്? നമ്മുടെ ആ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യണം. ഇക്വേഷൻ എന്തായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഔട്ട്പുട്ട് റിസീവ്ഡ് ഫ്രം ദി പ്രിസീഡിംഗ് പ്രോസസ് മൈനസ് യൂണിറ്റ് ഓഫ് വേസ്റ്റേജ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ബൈ പ്രോസസ് സി അക്കൗണ്ട്. ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ യൂണിറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം, എത്ര യൂണിറ്റ്സ് ആണ് നമുക്ക് ഉള്ളത് എന്ന്. അപ്പോൾ നമ്മൾ ശരിക്കും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ടാലി ചെയ്യാം അല്ലേ? ടാലി ചെയ്യാം, അതായത് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ഇവിടെ 40,000 അതേപോലെ ഇവിടെ 57,250 വരും. ഇവിടെ 40,000 ദെൻ 57,250 എന്ന് വരും. അപ്പം ഇതിൽ നിന്ന് ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 37,500 കിട്ടും. ദെൻ ഇതിൽ നിന്നും 1000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 56,256 എന്ന് കിട്ടും അല്ലേ? സോ 250 എന്ന് കിട്ടും. ഈ ഒരു എമൗണ്ട് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. എങ്ങനെയായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. പ്രൊഡക്ഷൻ യൂണിറ്റ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 4,000 അല്ലേ? ഇതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 4,000 ആണ്. 4,000 പ്ലസ് ഔട്ട്പുട്ട് റിസീവ്ഡ് ഫ്രം ദ പ്രിസീഡിംഗ് പ്രോസസ്സ്. എത്രയാണ് ഔട്ട്പുട്ട് റിസീവ് ചെയ്തിട്ടുള്ളത്? പ്രിസീഡിംഗ് പ്രോസസ്സിൽ നിന്ന് നമ്മൾ എത്ര ഔട്ട്പുട്ട് റിസീവ് ചെയ്തു? എത്ര റിസീവ് ചെയ്തു? 36,000 റിസീവ് ചെയ്തു അല്ലേ? 36,000 റിസീവ് ചെയ്തു മൈനസ് എന്താണ്? വേസ്റ്റേജ് എത്രയാണ്? 1,500 പ്ലസ് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് 1000. ഇത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് 37,500 ആണ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം, അല്ലാതെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ടാലി നമ്മുടെ ബാലൻസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം. ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു എത്രയാണ്? 56,250 ഡിവൈഡഡ് ബൈ 37,500 എത്ര വരും? 1.5. ഓക്കെ, 1.5 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് എത്രയാണ്? 1.5 ആണ് വരിക. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് പ്രോസസ് സി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇനി പ്രോസസ് സി അക്കൗണ്ട് ആണ്. പ്രോസസ് സി അക്കൗണ്ടിലേക്ക് ആദ്യം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്നത് പ്രോസസ് ബിയിലെ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? പ്രോസസ് സിയിൽ 16,500 ആണ്. ഈ 16,500 നമ്മൾ പ്രോസസ് ബി എന്നാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടുത്തെ കോസ്റ്റ് പെർ യൂണിറ്റ് എടുക്കുക. എത്രയാണ്? 1.5 ആണ്. അപ്പോൾ 16,500 × 1.5 ഈസ് ഈക്വൽ ടു 24,715. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ് ബി നിന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് എഴുതുക.
പ്രോസസ് ബിയിൽ അവിടെ നമ്മൾ പ്രോസസ് ബിയിൽ എഴുതിയിട്ടുണ്ടാവുക എന്താണ് ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് സി അക്കൗണ്ട് എന്നായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് എത്തുമ്പോൾ അത് പ്രോസസ് ബി അക്കൗണ്ട് ടു പ്രോസസ് ബി അക്കൗണ്ട് എന്നായി മാറും. 37,500 56,250. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡയറക്റ്റ് വേജ്, ദെൻ മെഷീൻ എക്സ്പെൻസസ്, അതേപോലെ ഫാക്ടറി ഓൺ കോസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിയുക ഡെബിറ്റ് സൈഡിൽ. ദെൻ ക്രെഡിറ്റ് സൈഡിലോട്ട് വരുമ്പം വേസ്റ്റേജ് വരുന്നുണ്ട്. വേസ്റ്റേജ് എത്രയാണ് വരുന്നത്? 500 ആണ്. 500 എമൗണ്ട് ഉണ്ടാവില്ല. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് 5,500 ആണ്. 5,500 വരുന്നുണ്ട്. അത് പ്രോസസ് ബി എന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ് ബിയിലെ കോസ്റ്റ് പെർ യൂണിറ്റിലായിരിക്കണം അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രോസസ് ബിയിലെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ 5,500 ഇൻറ്റു 1.5 8,250. ഇതാണ് പ്രോസസ് സി ആണ് ഏറ്റവും ലാസ്റ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പം ഇനി ഇവിടെ നിന്നുള്ള ഔട്ട്പുട്ടിനെ നമുക്ക് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതണം ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. ഓക്കെ, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഇവിടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് വേണ്ടത്. ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? യൂണിറ്റ് കണ്ടുപിടിക്കണം. യൂണിറ്റ് നമുക്ക് തന്നിട്ടില്ല. അതേപോലെ എമൗണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ടാലി ചെയ്തിട്ട് എമൗണ്ട് കണ്ടുപിടിക്കാം. ടാലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? എത്രയാണ്? ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 54,000 വരും. ദെൻ ഇതിൻ്റെത് 1,16,215. 54,000 1,16,215. 54,000-ൽ നിന്നും 6,000 അല്ലേ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, 5,500 പ്ലസ് 500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 48,000 കിട്ടും. ഓക്കെ, 48,000 അതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 1,16,215-ൽ നിന്നും 8,250 മൈനസ് ചെയ്താൽ മതി. അപ്പം 1,08,000 എന്ന് കിട്ടും. ഓക്കെ, അല്ലാതെ നമുക്ക് ഇനി പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ടുള്ള ഇതാണ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണം? പ്രൊഡക്ഷൻ യൂണിറ്റ് ആ ഇക്വേഷൻ ഇല്ലേ നമ്മളിപ്പോൾ പഠിച്ച ആ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. എത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്? എത്രയാണ് വരുന്നത്? 16,500 പ്ലസ് പ്രോസസ് ഔട്ട്പുട്ട് റിസീവ്ഡ് ഫ്രം ദ പ്രിസീഡിങ് പ്രോസസ് എത്രയാണ്? 37,500 മൈനസ് എത്ര വരും? വേസ്റ്റേജ് എത്രയാണ് വരുന്നത്? 500 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദി കൺസേൺഡ് പ്രോസസ് 5,500 ഈക്വൽ ടു എത്ര വരുന്നു? മൊത്തം 48,000. ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബാലൻസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യാം. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു അക്കൗണ്ടിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 1,08,000 ഡിവൈഡഡ് ബൈ 48,000 ഈക്വൽ ടു എത്ര വരും? 2.25 പെർ യൂണിറ്റ്. ഓക്കെ, 2.25 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വേസ്റ്റേജും അതേപോലെ സ്റ്റോക്ക് റിലേറ്റഡ് ടു പ്രീവിയസ് പ്രോസസ്സും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എങ്ങനെയാണ് ആൻസർ വരുന്നതെന്ന് ഒന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.